അയർലൻഡിൽ വന്നിട്ട് ഡബ്ലിൻ സൂ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തുവാ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഡബ്ലിൻ സൂവിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഡബ്ലിൻ സൂവിലേക്ക് സ്വാഗതം. സൂവിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു വലിയൊരു ഇതുപോലൊരു മാപ്പ് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മൃഗങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന്. ശരിക്കും ഈ സൂവിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് ഏഷ്യൻ ആനിമൽസും മറ്റൊരു ഭാഗത്ത് ആഫ്രിക്കൻ ആനിമൽസും ആയിട്ടാണ്. ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു വന്നത്. ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഏഷ്യൻ ലയൺസിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെ മെയിൽ ലയണിനെ കണ്ടില്ല. 2 ഫീമെയിൽ ലയൺസ് ഇങ്ങനെ പുൽത്തകിടിയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അവരുടെ വിശ്രമ സമയമായിരിക്കാം. എന്തായാലും ധാരാളം സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. ആ സ്കൂൾ കുട്ടികളൊക്കെ നല്ല സൗണ്ട് വയ്ക്കുന്ന കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണാം. അങ്ങനെ സിംഹത്തെ കണ്ടിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് ടൈഗറിൻ്റെ അടുത്തേക്കായിട്ടാണ്. ഇതാദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു കടുവ ഇതുപോലെ അടുത്ത് കാണുന്നത്. നേരത്തെ വേറെയും സൂവിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സൂവിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്രയും അടുത്ത് നമുക്കൊരു കടുവയെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കടുവയാണെങ്കിൽ ഫുൾ ടൈം ആ കൂട്ടിൽ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര വിശ്രമത്തിലാണ്. മറ്റേ പുള്ളിക്കാരനാണെങ്കിൽ കൂടെ അതിൻ്റെ അവരുടെ കൂടിൻ്റെ പുറകിലായിട്ട് അവർക്ക് സ്വൈര്യവിഹാരം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സ്ഥലമുണ്ട്. അതിൽ കൂടെ പോകും. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും, അങ്ങനെ നടക്കുന്നത് കാണാം. അവിടെ നമ്മൾ ചെന്നേക്കുന്നത് കുറേ കുട്ടി കുരങ്ങന്മാരുടെ സ്ഥലത്തേക്കാണ്. അവിടെ കുറേ കുരങ്ങന്മാർ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാം. അവർ അതിലൊക്കെ നടക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ചൈനീസ് ഡോൾ. അതായത് കണ്ടാൽ കുറുക്കനെ പോലെ തോന്നിക്കും നമുക്ക്. പക്ഷേ അത് കുറുക്കനല്ല. അത് നമ്മുടെ ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു വൈൽഡ് ഡോഗാണ്. ഇതിന് റെഡ് ഡോഗ് എന്ന് പറയും. ശരിക്കും നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഏകദേശം സൈസിൻ്റെ അത്രയും വരുന്നതാണ്. പക്ഷേ ലുക്കിൽ അതൊരു കുറുക്കനെ പോലെ തന്നെ നമുക്ക് തോന്നിക്കും. അപ്പം നമ്മൾ കാട്ടുനായയൊക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇതേ പാലത്തിൻ്റെ ഇരിക്കുന്ന വേറൊരാൾ നല്ല റെഡ് കളറിലൊക്കെ ഉള്ള, ശരിക്കും ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേര് അറിയാവുന്നവർ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക. ഇത് പിന്നെ പറയണ്ടല്ലോ, നമുക്ക് ചെന്നായയുടെ സെക്ഷൻ. ശരിക്കും അതവിടെ ഒരു പാറപ്പുറത്ത് കുറേ ചെന്നായകൾ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ ക്യാമറയ്ക്കത് അത്രയ്ക്ക് വിസിബിൾ അല്ല. കുറേ ഇരിപ്പുണ്ട്. അവർ വിശ്രമിക്കുകയായിരിക്കാം. ഒരു കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുന്ന അവിടെ കാണാം. അങ്ങനെ ചെന്നായയുടെ വീഡിയോ ചോദിന് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഈ സുന്ദര കുട്ടന്മാരായ റെഡ് പാണ്ടകളെ കാണുന്നത്. ശരിക്കും നല്ല ഭംഗിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെഡ് പാണ്ടകളെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഈ ക്യാമറയ്ക്കകത്തിൻ്റെ ശരിക്കും ആ റെഡ് കളർ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. നന്നായിട്ട് രോമങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൽ നിറച്ച് ഈ റെഡ് പാണ്ടകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ നിറയെ സ്കൂൾ കുട്ടികളുണ്ട്. അവർ ഈ റെഡ് പാണ്ടകളെ കാണുമ്പോഴത്തേക്ക് കിടന്ന് കൂവി വിളിക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇതാണ് ഈസ്റ്റേൺ പോങ്കോ അല്ലെങ്കിൽ മൗണ്ടൻ പോങ്കോ എന്ന് പറയുന്ന ഒരു ആനിമൽ. ഇത് ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ, അതിൽ വെള്ള വരകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൊമ്പെന്ന് പറഞ്ഞ ഒരു വളഞ്ഞൊരു കൊമ്പ്, ശരിക്കും നമ്മുടെ മാനിനെ പോലത്തെ ഒരു കൊമ്പൊക്കെയാണ്. ഇതെന്ന് പറയുന്നതാണ് ഒക്കാപ്പി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് പോലെ ഒരു മൃഗത്തെ കാണുന്നത്. ഈ മൃഗം കാണപ്പെടുന്നതെന്ന് പറഞ്ഞത് ആഫ്രിക്കയിലാണ്. ഇത് വളരെ ഒരു 20 നൂറ്റാണ്ട് വരെ ഈ മൃഗത്തെക്കുറിച്ച് ആർക്കും അങ്ങനെ അറിയുണ്ടായിരുന്നില്ല. ഇതിനെ ഫോറസ്റ്റ് ജിറാഫ് എന്നോ അല്ലെങ്കിൽ സീബ്ര ജിറാഫ് എന്നോ ഒക്കെ പറയപ്പെടുന്നു. ഇത് ജിറാഫിൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു മൃഗമായിട്ട് കണക്കാക്കുന്നു. നാവുകൊണ്ട് സ്വന്തം ചെവി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സസ്തിനിയാണ് ഈ ഒക്കാപ്പി. ഈ ഒക്കാപ്പി എന്ന് പറയുന്ന ഒരു വളരെ ഷൈ ആയിട്ടുള്ള ഒരു ആനിമലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ദേണ്ട ഒക്കാപ്പിക്ക് ഫുഡും കൊണ്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പം ഒക്കാപ്പി പോയി ഫുഡ് കഴിക്കട്ടെ. നമുക്ക് അടുത്ത ആനിമലിൻ്റെ അടുത്തോട്ട് പോകാം. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്
റിവർ ഹോഗ്. അതായത് ഇത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു പന്നിയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പന്നി. പക്ഷെ വേറൊരു മുകളിലെ അപ്പോൾ പന്നികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ആഫ്രിക്കൻ ടോർട്ടോയ്സിൻ്റെ അടുത്തേക്കാണ്. പോസ് ചെയ്ത് നിൽക്കുകയാണോ? അവിടെ നിന്നും പിന്നെ ഞങ്ങൾ നടന്നെത്തിയത് ഹോൺബിലിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെ നമുക്ക് 2 ഹോൺബിൽസിനെ കാണാൻ സാധിച്ചു. അത് തീറ്റ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്തായാലും ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ വന്ന് കുറേ നേരം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടു. അടുത്തായിട്ട് നമ്മൾ വന്ന് നിൽക്കുന്നത് ഏറ്റവും വേഗത കൂടിയ മൃഗമായ ചീറ്റയുടെ സ്ഥലത്താണ്. ഈ ഡബ്ലിൻ സൂവിൽ ഇപ്പോൾ ഒരു ചീറ്റ മാത്രമേ ഉള്ളൂ കൂടിനുള്ളിൽ. ചീറ്റയെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മളിനി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതാണ് ഗോറില്ല ഹൗസ്. ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ആൾക്കാരെല്ലാം കൊച്ചു കുട്ടികളും ആൾക്കാരും എല്ലാം കൂവി വിളിക്കുന്നതൊക്കെ കേൾക്കാം. അതിൻ്റെ അത് നോക്കിയപ്പോഴല്ലേ കാണുന്നത് കുറേ കുട്ടി ഗോറില്ലകളും കുറേ വലിയ ഗോറില്ലകളും ഒക്കെ ഉണ്ട്. കുട്ടി ഗോറില്ലകളൊക്കെയാണ് ഭയങ്കര കുസൃതി തന്നെയായിരുന്നു. ആ തൂക്കിയിട്ടിരിക്കുന്ന ആ റിബണിൻ്റെ പുറത്തൂടെ കയറി മറിയുന്നു, വഴക്കുണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു. നല്ല രസം തന്നെ. അതിൻ്റെ അകത്ത് നിന്ന് സമയം പോകുന്നത് നമുക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു കൂസലുമില്ലെന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്ന വേറൊരു ഗൊറില്ലയും കാണാം. ഇത്ര നേരം ഞാൻ മൃഗങ്ങളെക്കുറിച്ച് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ അകത്ത് ഇവർ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഓരോ സ്ഥലങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ മനോഹരമാണ്. ശരിക്കും നമുക്ക് നല്ലൊരു സീനറി, നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം. അങ്ങനെ എല്ലാ സ്ഥലവും ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പാടങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ പോലെയും നമുക്കിവിടെ തോന്നും. അതുപോലെ മനോഹരമായിട്ടാണ് അതിൻ്റെ അകത്ത് ഓരോന്നും അവർ ഓരോ ഏരിയയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ അടുത്ത മൃഗത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഇവിടെ കുറേ ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ അതിൻ്റെ കൂടിന് പുറത്താണ്, അവരുടേതായിട്ടുള്ള സ്ഥലത്ത് അവിടെ ഇങ്ങനെ വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഹിപ്പോപ്പൊട്ടാമസിനെയൊക്കെ കണ്ട് നമ്മൾ അടുത്തതായിട്ട് ജിറാഫിനെ കാണാൻ ചെല്ലുകയാണ്. ആ ജിറാഫിനെ കാണുന്ന ആ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ ജിറാഫിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജിറാഫിൻ്റെ ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുറേ ജിറാഫുണ്ട്. ഒരു 6-7 ജിറാഫുകളുണ്ട്. കുറേ എണ്ണം ഫുഡ് കഴിക്കുന്നു, കുറേ എണ്ണം വെറുതെ ഇങ്ങനെ നിൽക്കുന്നു, കുറേ എണ്ണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജിറാഫിനെയും നേരിട്ട് കാണുന്നത്. ഇവിടെ ജിറാഫ് കൂടാതെ നമുക്ക് കുറേ സീബ്രയും കാണാം. ഒരു 3-4-5 സീബ്രയും ഉണ്ട് ഇതിൻ്റെ അകത്ത്, ജിറാഫിൻ്റെ കൂട്ടത്തിൽ തന്നെ. കുഞ്ഞു വരുവാണെങ്കിൽ കാണിക്കാൻ. നമ്മൾ ജിറാഫിനെ സീബ്രയൊക്കെ കണ്ടിട്ട് എത്തിയിരിക്കുന്നത് റൈനോയുടെ അടുത്താണ്. അവിടെ ഒരു വലിയ മൈതാനത്ത് റൈനോ കിടപ്പുണ്ട്. അവിടെ ഒരു റൈനോയെ കണ്ടുള്ളൂ. അതിൽ ഒരു കാക്കയൊക്കെ ഇരുന്ന് അതിൻ്റെ ദേഹത്തിരുന്ന് ചെള്ളിനെയൊക്കെ ആയിരിക്കാൻ പറക്കി തിന്നുന്നുണ്ട്. ആ സുഖത്തിൽ റൈനോ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പെൻകിൻസിൻ്റെ അടുത്താണ്. ധാരാളം ആൾക്കാർ അതുങ്ങളെ കാണാൻ വേണ്ടി അവിടെ ചുറ്റും കൂടി നിൽപ്പുണ്ട്.
അങ്ങനെ ഇതുങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ പെൻഗ്വിൻസ് എല്ലാം കൂടെ ഒരു സൗണ്ട് ഉണ്ടാക്കി പെട്ടെന്ന് കരയിലേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാവരും അവിടെ ചുറ്റും കൂടി നിന്ന് എല്ലാവരും തിരിഞ്ഞ് നോക്കിയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോഴാണ് മനസ്സിലായത് അതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് അതിനെ സംരക്ഷിക്കുന്നവർ എത്തിയിരിക്കുകയാണ്. ആ തീറ്റ കിട്ടുന്ന സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ കുളത്തിൽ നിന്ന് കയറി പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ വന്ന് ഈ പെൻഗ്വിൻസിന് ഇവിടെ ഓരോ പെൻഗ്വിൻസിനും ഓരോ പേരുകളുണ്ട്. അവർ ഇവരെ സംരക്ഷിക്കുന്ന അവർക്ക് ഇവരുടെ ഓരോരുത്തരുടെയും പേരറിയാം. അവർ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുന്നു. ഇന്ന പെൻഗ്വിൻ്റെ പേര് ഇതാണ്, അതിൻ്റെ ഇണ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നെക്സ്റ്റാണ് സീ ലയൺ, അതായത് നമ്മുടെ നീർനായ. അതിങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഊളിയിട്ട് നടക്കുന്നുണ്ട്. അത് ഈ ഊളിയിട്ട് നടക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഊളിയിട്ട് നടക്കുന്നത്. അതായത് എവിടെ മുങ്ങുന്നെന്നോ എവിടെ പോകുന്നെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഒരിടത്ത് ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും വേറൊരിടത്തായിരിക്കും അത് പൊങ്ങി വരിക. വരുന്നുണ്ട് സാറേ, വരുന്നുണ്ട്. കണ്ടോ 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 നീർനായയെ ചൊവ്വിന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നീർനായ കരയ്ക്കോട്ട് വന്നത്. അത് കുറച്ച് നേരം അങ്ങനെ ആ കരയ്ക്ക് അങ്ങനെ വന്ന് കിടന്ന ശേഷം വീണ്ടും എണീറ്റ് അത് വെള്ളത്തിലേക്ക് ചാടിപ്പോയി. അപ്പോൾ അങ്ങനെ നീർനായ കണ്ട സന്തോഷത്തിൽ ഞങ്ങളവിടെ നീർനായയുടെ അടുത്തു നിന്ന് വീണ്ടും നടന്നു. അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് ഇറങ്ങാനായി നിൽക്കുമ്പോൾ ദാണ്ട് നിൽക്കുന്നു ഒരു കയറിൽ തൂങ്ങി ഒരു കുരങ്ങച്ചൻ. അങ്ങനെ ആ കുരങ്ങച്ചനോടും കൂടെ യാത്ര പറഞ്ഞ് സൂയിൽ നിന്ന് ഇറങ്ങുകയാണ്. ശരിക്കും എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹി സൂവിൻ്റെ വിശേഷങ്ങൾ. ബായ്.